Hi students. നമ്മൾ കഴിഞ്ഞ ദിവസം ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞു നിർത്തിയത്. അതിൽ എങ്ങനെയാണ് ഇലക്ട്രിക് കറണ്ടിൽ നിന്ന് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള ഭാഗമാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഹീറ്റിംഗ് ഇഫക്റ്റ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഏതാനും ചില ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. നെയിം ദ ഡിവൈസസ് that utilizes the heating effect of electric current. They are electric iron, electric stove, microwave oven, heating coil, induction cooker, soldering iron. These are examples of devices that uses the heating effect of electric current. Now we have to explain how this electrical energy is converting to heat energy. For that, we are using an experiment. The materials required for this experiment are a nichrome wire of approximate 5 centimeter length, a storage battery of 6 volt and connecting wires. Connect the nichrome wire to a 6 volt battery through a switch using connecting wires as in figure. When the switch is on, electric current from the 6 volt battery is passing through this nichrome wire, and after some time we can see that the nichrome wire gets heated up and it become in a red hot state. Here the nichrome wire becomes in red hot state because when electric current is passed through the nichrome wire, it gets heated up. That means electrical energy is converting to heat energy. We have to explain how this electrical energy is converting to heat energy on the basis of law of conservation of energy, which means energy can neither be created nor be destroyed. That is, it can only be converted from one form to another. That is, in nichrome wire, the electrical energy is converting to heat energy. How this happens, we can explain on the basis of law of conservation of energy. For that, refer to this figure. First of all, അതിന് മുമ്പായിട്ട് നമുക്ക് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ ഡെഫിനിഷൻ അറിയണം. Potential difference between 2 points is 1 volt if 1 joule work is required to move 1 coulomb of charge from one point to another. എന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ഒരു കൂളം ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ വർക്ക് 1 ജൂൾ ആണ് എങ്കിൽ അവിടെ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 1 വോൾട്ട് ആണ്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. പൊട്ടൻഷ്യൽ V is equal to W by Q. പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ്. അതിൽ നിന്ന് ഒരു Q ചാർജിനെ V പൊട്ടൻഷ്യൽ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ വർക്ക് W is equal to Q into V എന്നും എഴുതാൻ സാധിക്കും. ഇവിടെ ഈ ഫിഗർ കാണിച്ചേക്കുന്നത് നമ്മൾ നേരത്തെ നിക്രോം വയറിന് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വോൾട്ട് മീറ്ററും അവിടുത്തെ കറണ്ട് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അമ്മീറ്ററും വെച്ചിട്ടുണ്ട്. സപ്പോസ് ഈ അമ്മീറ്റർ മെഷർ ചെയ്യുന്ന കറണ്ട് ഐയും ആ വോൾട്ട് മീറ്റർ കാണിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിയുമാണ് എങ്കിൽ അവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന് എഴുതാൻ പറ്റും. അത് ഓംസ് ലായുടെ ബേസിലാണ്. ഓംസ് ലായുടെ ബേസിൽ കറണ്ട് ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന് കിട്ടും. അറ്റ് ദ സെയിം ടൈം ഒരു ക്യൂ ചാർജ് ആണ് ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്നതെങ്കിൽ, ഒരു ക്യൂ ചാർജ് ടി ടൈമിൽ ഫ്ലോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കറണ്ട് ഐ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? കറണ്ട് ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി ആയിരിക്കും. കറണ്ട് ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്ന് കിട്ടും. അതേപോലെ ആ ക്യൂ ചാർജ് അവിടെ ഫ്ലോ ചെയ്യുന്നത് ചാർജ് ഫ്ലോസ് ത്രൂ ദ കണ്ടക്ടർ ഇൻ ടി ടൈം എന്ന് പറയുന്നത് ക്യൂ ഇസ് ഈക്വൽ ടു ഐ ടി എന്ന് എഴുതി കാണിക്കാൻ പറ്റും. ക്യൂ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി ആയിരിക്കും അവിടെ ഫ്ലോ ചെയ്യുന്ന ചാർജ്. ഇനി ഈ ചാർജ് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അവിടെ വർക്ക് ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഈ കേസ് കൺസിഡർ ചെയ്യാം. 1 ജൂൾ വർക്കാണ് നമുക്ക് പാസ് ചെയ്ത് പോകുന്നതെങ്കിൽ 1 കൂളം ചാർജ് പാസ് ചെയ്ത് പോകുമ്പോൾ 1 ജൂൾ വർക്കാണ് ചെയ്യുന്നത് എങ്കിൽ അവിടെ നമുക്ക് പറയാൻ പറ്റും ദ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ വർക്ക് ചെയ്യുന്ന വർക്ക് W is equal to V ജൂൾ എന്ന് എഴുതാൻ സാധിക്കും. ഒന്നുകൂടി നമ്മൾ നേരത്തെ പറഞ്ഞത് വർക്ക് W is equal to Q into V എന്നാണ്.
അപ്പോൾ ഇവിടെ വി പൊട്ടൻഷ്യലിൽ 1 കൂളം ചാർജാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ ചെയ്യുന്ന വർക്ക് W ഇസ് ഈക്വൽ ടു വി ജൂൾ ആയിരിക്കും. അതാണ് ഈ കാണിച്ചിരിക്കുന്ന കേസ്. വർക്ക് W ഇസ് ഈക്വൽ ടു വി ജൂൾ. അങ്ങനെയാണെങ്കിൽ the work done to move a charge Q under a potential difference V is V charge in a movie can V potential Q charge in a movie can ചെയ്യുന്ന വർക്ക് W is equal to QV എന്ന് കിട്ടും. W is equal to QV. അതാണ് ഈ എഴുതിയേക്കുന്ന ഇക്വേഷൻ. W is equal to QV. അപ്പോൾ V പൊട്ടൻഷ്യലിൽ കൂടി Q ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ചെയ്യുന്ന വർക്ക് W is equal to QV എന്ന് കിട്ടും. ഇനി T ടൈമിലാണ് ഈ വർക്ക് ചെയ്യുന്നത് എങ്കിൽ ആ റേറ്റ് ഓഫ് വർക്ക്, ദാറ്റ് മീൻസ് അവിടെ ഡെസിപ്പേറ്റ് ചെയ്യുന്ന പവർ എന്താണെന്ന് ചോദിച്ചാൽ പവർ P is equal to W by T എന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി വർക്ക് W പകരം QV എന്ന് കൊടുക്കുകയാണെങ്കിൽ പവർ P is equal to VQ by T എന്ന് കിട്ടും. Q by T കറണ്ട് ആയതുകൊണ്ട് പവർ P is equal to VI എന്ന് കിട്ടും. അതായത് ഈ ചാർജ് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പവർ എന്ന് പറയുന്നത് പവർ P is equal to VI ആയിരിക്കും. ഇനി ഈ പവർ അല്ലെങ്കിൽ therefore the energy supplied by the battery, അവിടുത്തെ എനർജി നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ എനർജി is equal to power into time. എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. പവറിന് VI എന്ന് കൊടുക്കുമ്പോൾ VIT എന്ന് കിട്ടും. ഈ എനർജിയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഒരു V പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഒരു കണ്ടക്ടറിൽ I കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ചെയ്യുന്ന വർക്കാണ് നമുക്ക് അവിടെ എനർജി ആയിട്ട് കിട്ടുന്നത്. ആ എനർജി എന്ന് പറയുന്നത് VIT ആയിരിക്കും. ഇങ്ങനെ ഒരു കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. നമുക്ക് ഓംസ് ലായുടെ ബേസിൽ ഈ ഇലക്ട്രിക്കൽ ഹീറ്റ് എനർജിയുടെ വേറെയും ഇക്വേഷൻസ് എഴുതാൻ പറ്റും. അതായിട്ട് ആദ്യം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഹീറ്റിന്റെ ഇക്വേഷൻ H is equal to VIT എന്നാണ്. ഇനി ഓംസ് ലാ അനുസരിച്ച് V is equal to IR എന്നറിയാം. ഈ വിക്ക് പകരം IR എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പൊ H is equal to വിക്ക് പകരം IR into I into T. അപ്പൊ I into I square RT എന്ന് കിട്ടും. അപ്പൊ ഹീറ്റിന്റെ അടുത്ത ഇക്വേഷൻ കിട്ടി H is equal to I square RT. വീണ്ടും ഓംസ് ലാ അനുസരിച്ച് V is equal to IR എന്ന് എഴുതാം. അപ്പൊ I is equal to V by R എന്ന് കിട്ടും. ആ വാല്യൂ എടുത്ത് Iക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ H is equal to Iക്ക് പകരം V by R എന്ന് കൊടുക്കുമ്പോൾ I square V by R the whole square into R into T. V square by R square R കട്ട് ചെയ്ത് പോകുന്നു. V square by R into T എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ഹീറ്റിന്റെ 3 ഇക്വേഷൻസ് ആണ് കിട്ടുന്നത്. ഒന്ന് H is equal to VIT, H is equal to V square by R into T and H is equal to I square RT. ഇത് മൂന്നും ഒരു കണ്ടക്ടറിൽ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഹീറ്റിന്റെ ഇക്വേഷൻസ് ആണ്. ഇതിന്റെ ബേസിലാണ് നമ്മൾ ജൂൾസ് ലാ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. നോക്കുക, ജൂൾസ് ലായുടെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ജൂൾസ് ലാ പറയുന്നത് ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഇന്റൻസിറ്റി ഓഫ് കറന്റ് ഇൻ ദി കണ്ടക്ടർ, റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ദ ടൈം ഓഫ് ഫ്ലോ ഓഫ് കറന്റ്, ദാറ്റ് ഈസ് H proportional to I square or H is equal to I square RT joule. I is the current in ampere, R is the resistance in ohm and T is the time in second. Joule's law statement ആണ് ഒന്നുകൂടി. The heat developed in a current carrying conductor is directly proportional to the product of square of intensity of current, resistance of the conductor and the time of flow of current, that is H proportional to I square RT or H is equal to I square RT joule, where I is the current in ampere, R is the time in R is the resistance in ohm and T is the time in seconds. ഇവിടെ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് റൈറ്റ് ദി ഡിഫറെന്റ് ഫോംസ് ഓഫ് ജൂൾസ് ലാ ഓൺ ദ ബേസിസ് ഓഫ് ഓംസ് ലാ. ഓംസ് ലായുടെ ബേസിൽ ജൂൾസ് ലായുടെ ഡിഫറെന്റ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുക. ഇതാണ് ആ ഡെറിവേഷൻസ്. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. ഇത്രയുമാണ് ജൂൾസ് ലായുടെ ഡെറിവേഷൻ. ഇവിടെ 2 ചോദ്യങ്ങളാണ്. സ്റ്റേറ്റ് ജൂൾസ് ലാ, റൈറ്റ് ദ ഇക്വേഷൻസ് ഓഫ് ജൂൾസ് ലാ ഓൺ ദ ബേസിസ് ഓഫ് ഓംസ് ലാ. പിന്നെ മൂന്നാമത് ഹൗ ദ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടിംഗ് ടു ഹീറ്റ് എനർജി ഇൻ കണ്ടക്ടേഴ്സ് ഓർ റെസിസ്റ്റേഴ്സ്. ഈ 3 ചോദ്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്.